ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റമദാൻ ഡേ 2 വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മീൻ കറി വെക്കാനാണ് വിചാരിക്കുന്നത്. മീൻ മുളകിട്ടത് പത്തിരി തന്നെയാണ് കേട്ടോ ഇന്നും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ എടുത്തിട്ട് മീൻ കറി മുളകിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. കടുക് ഉലുവയൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് എണ്ണയിൽ പൊട്ടിച്ചിട്ട് തക്കാളിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വെക്കാം. ഞാൻ തക്കാളി നല്ല മുള്ളൊന്നുമില്ലാതെ നല്ല കഷ്ണം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഒന്ന് റെഡിയാക്കാൻ പൊരിക്കാൻ വേണ്ടി ഫ്രൈ ആക്കാണ്ടല്ലോ സ്റ്റീം ഇടാൻ ഞാൻ മീൻ ബെറ്റർ അല്ലേ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത് തുറക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുന്നുള്ളൂ. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ആ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കണതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. കൊടുമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തള വരട്ടെ. അപ്പോഴേക്കും മീനും ഞാനൊരു സൈഡ് ആയപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊന്ന് മീനടിയിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് മീൻ നമ്മൾ തിളപ്പിക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് കഴിഞ്ഞ് ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് സിമ്മിലിട്ട മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ സിമ്മിലിട്ടാലും തിളക്കുമല്ലോ. എന്നിട്ട് അത് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റിലെ മീൻ മുളകിട്ടത് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉള്ളിത്തോല് പൊട്ടേ കട്ടിംഗ് ബോർഡ് വരട്ടെ. ഉള്ളി കട്ട് 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 കട്ട്. എത്ര എളുപ്പമല്ലേ അരിഞ്ഞതും. ഇങ്ങനെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്ത സെയിം എണ്ണയിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചോപ്പറൊക്കെ വാങ്ങി, പക്ഷേ എനിക്കതെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിലരിയേക്കാളും സുഖം നമ്മൾ കൈവച്ചിട്ട് ചോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളി വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെറും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും മസാല ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ കുറച്ചിട്ടുണ്ടാവും കുറച്ചും കൂടെ ബെറ്റർ. എനിക്കങ്ങനെയാണ് കേട്ടോ പേഴ്സണലി ഇഷ്ടം. അപ്പോൾ ഉപ്പ്, കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വാടി വരുന്നത് വരെ അതൊന്ന് അടച്ച് വെക്കണം. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നാൽ പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മീനും അടച്ചിട്ട് അതിൽ ചേർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അസ്രസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിൽ വരുന്നത്. ജ്യൂസ് റെഡിയാക്കി, മീനട റെഡിയാക്കി. ഇനി എല്ലാം ഒരു ഹറിബറിയാണ്. അപ്പോൾ ഞാൻ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്നലൊരു മരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയും കാര്യങ്ങളൊക്കെ ചുട്ടെടുത്ത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.